നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പോഴും അനുഭവപ്പെടുന്ന ക്ഷീണം, അമിതമായ മുടികൊഴിച്ചിൽ, ശ്വാസമുട്ടൽ ഇതൊക്കെ ശരീരത്തിൽ രക്തം കുറയുന്നതിന്റെ അഥവാ വിളർച്ചയുടെ ലക്ഷണമാകാം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയുന്നത് നമ്മുടെ ഊർജ്ജത്തെയും പ്രതിരോധശേഷിയെയും സാരമായി ബാധിക്കും. അയൺ ഗുളികകൾ മാത്രം കഴിക്കാതെ ഭക്ഷണത്തിലൂടെയും ആയുർവേദത്തിലൂടെയും എങ്ങനെ സ്വാഭാവികമായി രക്തം വർദ്ധിപ്പിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നിരാമിത്ര വിശദീകരിക്കുന്നു. ആയുർവേദത്തിൽ ഇതിനെ പാണ്ഡുരോഗം എന്നാണ് വിളിക്കുന്നത്. പിത്തദോഷത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റുന്നതും ദഹനക്കുറവുമാണ് ഇതിന്റെ പ്രധാന കാരണമായി കാണുന്നത്. പ്രധാന ലക്ഷണങ്ങൾ: ചർമ്മത്തിലും നഖങ്ങളിലും കാണുന്ന വിളർച്ച, പെട്ടെന്നുണ്ടാകുന്ന തളർച്ചയും തലകരക്കവും, നെഞ്ചിടിപ്പ് കൂടുക, ഏകാഗ്രത കുറവ്. രക്തം വർദ്ധിപ്പിക്കാൻ നിരാമിത്ര നിർദ്ദേശിക്കുന്ന ലളിതമായ വഴികളിതാ. നെല്ലിക്കയും ശർക്കരയും. വൈറ്റമിൻ സി ധാരാളമായുള്ള നെല്ലിക്കയും ഇരുമ്പ് അടങ്ങിയ ശർക്കരയും ചേർത്ത് കഴിക്കുന്നത് ഹീമോഗ്ലോബിൻ കൂട്ടാൻ ഏറ്റവും മികച്ച വഴിയാണ്. ഉണക്കമുന്തിരി രാത്രി വെള്ളത്തിൽ കുതിർത്തുവെച്ച് രാവിലെ ആ വെള്ളത്തോടൊപ്പം കഴിക്കുക. ഇത് രക്തശുദ്ധി വരുത്താനും വിളർച്ച മാറ്റാനും സഹായിക്കും. മുരിങ്ങയില. ഇരുമ്പിന്റെ കലവറയായ മുരിങ്ങയില തോരനായോ സൂപ്പായോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ആയുർവേദ പ്രകാരം ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ വളരെ വേഗത്തിൽ സഹായിക്കും. മാതളനാരങ്ങ. ദിവസവും മാതളനാരങ്ങ കഴിക്കുന്നത് പുതിയ രക്തകോശങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും. ഭക്ഷണം പാകം ചെയ്യാൻ ഇരുമ്പു ചട്ടികൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചായയും കാപ്പിയും ഭക്ഷണത്തോടൊപ്പം ഒഴിവാക്കുക, കാരണം അവ ഇരുമ്പിന്റെ ആഗിരണത്തെ അഥവാ അയൺ അബ്സോർപ്ഷനെ തടസ്സപ്പെടുത്തുന്നു. നല്ല ഭക്ഷണമാണ് ഏറ്റവും മികച്ച മരുന്ന് എന്ന് തിരിച്ചറിയുക. ശ്രദ്ധിക്കുക, ഗർഭിണികൾക്കും കഠിനമായ വിളർച്ചയുള്ളവർക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നില പരിശോധിച്ച ശേഷം മാത്രം മരുന്നുകൾ സ്വീകരിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആരോഗ്യ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.